ഇപ്പോൾ കെ രമ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. കെ രമ, ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ വിധി ആശ്വാസകരം തന്നെയാണോ? പ്രതീക്ഷ വിധി തന്നെയാണോ വന്നിരിക്കുന്നത്? പൂർണ്ണമായിട്ടും പ്രതീക്ഷിച്ച വിധിയല്ല, എങ്കിലും ആശ്വാസകരമാണ്. കാരണം ഈ കേസിൽ നിലവിലുള്ള ആളുകളെ വിട്ടുപോകാതെ അത് തന്നെ തുടരുകയും അഡീഷണൽ ആയിട്ട് രണ്ടുപേരെ കൂടി ഗൂഢാലോചനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്ന് പറയുന്നത് വലിയ വിജയമാണ്. പക്ഷേ മോഹനൻ വിട്ടുപോയി എന്നുള്ള ഒരു പ്രയാസം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ മോഹനന് വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം ഇനിയും നടത്തും. തുടർ അപ്പീലുമായിട്ട് ഇനിയും ഉയർന്ന കോടതിയിലേക്ക് പോവുകയും ചെയ്യും. ശ്രീ കെ രമ, ഈ പി മോഹനെ വെറുതെ വിട്ടത് അപ്പീൽ പോകാനാണോ തീരുമാനം? അതെ, അത് ഇനിയിപ്പം ജഡ്ജ്മെന്റ് വരണം. ജഡ്ജ്മെന്റ് വന്ന് അതിൽ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് കൂടെ നോക്കിയിട്ട് വക്കീലുമായിട്ട് ആലോചിച്ചുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കും. തീർച്ചയായിട്ടും നിയമ പോരാട്ടം അവസാനിക്കുന്നില്ല. ഞങ്ങൾ ഇനിയും ഇതിന്റെ മുകളിലോട്ട് ഈ കേസുമായിട്ട് പോകും. മുകളിലോ എവിടെയാണ് പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വക്കീലുമായിട്ട് ആലോചിച്ച് വയ്ക്കും. മോഹനെ കാരണം CPM-ന്റെ പങ്ക് വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞ ഏരിയയിലെ പ്രധാനപ്പെട്ട ആളുകളാണ് വീണ്ടും ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ജില്ലാ നേതൃത്വത്തിനെയും സംസ്ഥാന നേതൃത്വത്തിനെയും ഒക്കെ പങ്ക് വളരെ വ്യക്തമാണ്. അവര് ചെറിയ തെളിവിന്റെ അഭാവത്തിലാണ് പോയിരിക്കുന്നത്. അത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ തെളിവിന്റെ അഭാവമാണ്. പക്ഷേ അത് സത്യമാണ്. ആ സത്യം തെളിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം ഇനിയും നടത്തും. അപ്പോൾ നിലവിലെ വിധിയിൽ തൃപ്തിയാണെന്ന് തന്നെയാണ് പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഭാഗികമായി തൃപ്ത തന്നെയാണ്. കാരണം രണ്ടുപേരെ അഡീഷണൽ ആയിട്ട് വന്നു എന്ന് പറയുന്നത് ചെറുതല്ല. പ്രത്യേകിച്ചും എല്ലാ അധികാരങ്ങളും കയ്യിലുള്ള ആടത്തു നിന്നാണ് ഞങ്ങൾക്ക് ഈ നിധി. അധികാരവും പണവും ഉള്ളതാണ് അപ്പുറത്ത്. അവരെല്ലാവിധ ശ്രമങ്ങളും നടത്തിയിരുന്നു. CPM പ്രത്യേക ചാർജ് കൊടുത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഇവിടെ സ്ഥിരം ചാർജ് ആയിരുന്നു. ഇതിനകത്ത് വലിയ പണമാണ് അതിന് ചെലവഴിച്ചത്. ഒരു ഘട്ടത്തിൽ ഞങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന പ്രോസിക്യൂട്ടർ വരെ അപ്പുറത്തേക്ക് മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ CPM-ലേക്ക് പോയ സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വലിയ വെല്ലുവിളികൾ നേരിടുന്ന തരത്തിലാണ് ഈ കേസ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ അവിടെ സത്യം ജയിച്ചു. സത്യം കണ്ടെത്താൻ കോടതിക്ക് സാധിച്ചു എന്ന് തന്നെയാണ് ഈ ഒരു വിധി. നമുക്കറിയാം, നിരന്തരം ഈ നിയമസഭയിൽ അടക്കം താങ്കൾ നിരവധി തവണ പോരാട്ടം തുടർന്നു. സർക്കാരിനെതിരെ നിരവധി പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആശ്വാസകരമായ വിധി തന്നെ വന്നു എന്ന് തന്നെ പറയുന്നു, അല്ലേ? അതെ, തീർച്ചയായിട്ടും ആശ്വാസകരമാണ്. എനിക്ക് മാത്രമല്ല, കേരളത്തിലെ നീതി തേടുന്ന സാമാന്യ മനുഷ്യർക്ക് കൂടി ഒരു ആശ്വാസമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മളൊക്കെ പലപ്പോഴും പല കേസുകളിലും പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോകുമ്പോഴുള്ള പ്രയാസങ്ങൾ രേഖപ്പെടുത്തുന്ന ആളുകൾ. അപ്പൊ അങ്ങനെ നീതി പൂർണ്ണമായിട്ടും അകലെയല്ല എന്നുള്ള ഒരു ചെറിയ ആശ്വാസം സാധാരണ മനുഷ്യർക്കുണ്ടാകും എന്ന് തന്നെയാണ് ഈ വിധിയിലൂടെ എനിക്ക് തോന്നുന്നത്. രമ, നമുക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത എല്ലാവർക്കും ശിക്ഷ ലഭിക്കണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്നു എന്നുള്ളൊരു ആരോപണം താങ്കൾക്കുണ്ടോ? സംശയമില്ലല്ലോ ആ കാര്യത്തിൽ. കാരണം ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ഇപ്പോഴും പുറത്താണല്ലോ. അവർ നിയമത്തിന് മുന്നിലേക്ക് വന്നിട്ടില്ല. പിന്നെ താഴേക്കിടയിലുള്ള ഗൂഢാലോചനയിലെ ആളുകൾ മാത്രമേ നിയമത്തിന് മുന്നിൽ എത്താൻ സാധിച്ചുള്ളൂ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, CPM-ന്റെ സംഘടനാ സംവിധാനം അറിയുന്ന ആളുകൾക്കും എല്ലാം അറിയാം. ഏരിയ നേതൃത്വത്തിന് ഇതിനകത്ത് പങ്കുണ്ടെങ്കിൽ, അത് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ പങ്ക് ജില്ലാ നേതൃത്വം അറിയാതെ ഏരിയ നേതൃത്വത്തിന് ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ ചെയ്യില്ല. ജില്ലാ നേതൃത്വം അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് സ്റ്റേറ്റ് നേതൃത്വത്തിന്റെ അറിവില്ലാതെ, സമ്മതമില്ലാതെ നടക്കില്ല. അതിൽ ഒരു സംശയമില്ലാത്തതാണ്. പക്ഷെ അതിന് തെളിവുണ്ടായില്ല, തെളിവ് നിരത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. കാരണം നമുക്കറിയാം, ഈ ഗൂഢാലോചനകളൊക്കെ തെളിയിക്കുക എന്ന് പറയുന്ന വലിയ പ്രശ്നമാണ്. അന്ന് ഓപ്പറേഷൻ ഉപയോഗിച്ച ആ സിം വരെ അന്ന് നശിപ്പിച്ചു കളഞ്ഞു. അവരെല്ലാ സംവിധാനങ്ങളും അന്ന് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തെളിവുകളെല്ലാം നശിപ്പിച്ചു. സാക്ഷികൾ വലിയ 51ഓളം സാക്ഷികൾ കൂറുമാറിയ ഒരു കേസാണിത്. പലരും ഈ മോഹൻ ഉൾപ്പെടെ വിട്ടുപോകുന്നതിന്റെ കാരണം സാക്ഷികൾ കൂറുമാറിയതാണ്. കാരണം സാക്ഷികൾ കൂറുമാറുന്നതിനുള്ള വലിയ ഭീഷണി, അധികാരത്തിന്റെ സ്വാധീനം ഒക്കെ ഉണ്ടായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഏതൊക്കെ തരത്തിൽ ഭീഷണിപ്പെടുത്തി, അവരിപ്പോഴും എവിടെയാണ് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കേസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് മറുഭാഗത്ത് നടന്നത്. അതിനൊക്കെ അതിജീവിച്ച് ഈ തരത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ എത്തി എന്ന് പറയുന്നത് ഒരു
വലിയ ആശ്വാസമാണ്. കാരണം ഇത് നമുക്ക് ഇവിടെയുള്ളൊരു സത്യം, ചന്ദ്രശേഖരൻ ഒരു ക്രിമിനൽ കേസിലും പ്രതിയല്ല. ചന്ദ്രശേഖരൻ ഒരു പെറ്റി കേസ് പോലുമില്ല. ചന്ദ്രശേഖരൻ ചെയ്ത തെറ്റെന്താണ്? ഒരു രാഷ്ട്രീയ നിലപാടെടുത്തു. ഒരു നിലപാടുമായി മുന്നോട്ട് പോയി. ആ നിലപാട് ഉയർത്തിയതിന്റെ പേരിൽ ഒരു മനുഷ്യനെ തെരുവിൽ വെട്ടിക്കൊല്ലുകയാണ്. എന്താ കഥ? അത് അവസാനിക്കണ്ടേ? ഇനി നാളെ ഒരു മനുഷ്യർക്കും ഉണ്ടായിരുന്നു. നമുക്ക് അഭിപ്രായം പറയണം. അഭിപ്രായം പറയുന്നവരെ വെട്ടിക്കൊല്ലരുത് എന്നുള്ള സന്ദേശം, അതിനുള്ള താക്കീതാണ്. മറ്റൊരു മനുഷ്യർക്കും ഈ ഗതി ഉണ്ടാവരുത് എന്നതാണ്. അതുകൂടിയാണ് ഇവിടെ തെളിയിക്കപ്പെട്ടത് എന്നതാണ് ആശ്വാസം. അതുകൊണ്ട് എന്നെക്കാൾ കൂടുതൽ മറ്റൊരാൾക്കും, ഒരു കുടുംബത്തിനും ഈ ഗതി ഉണ്ടാവരുത് എന്നതാണ് അതുകൊണ്ട് ഇപ്പം നമുക്കറിയാം, രാഷ്ട്രീയ കൊലപാതകങ്ങൾ കുറെ അവസാനിച്ചില്ലേ? കുറേ മറ്റെന്തായിരുന്നു ഒന്ന് പറഞ്ഞ് മാസത്തെ കൊലപാതകം നടക്കില്ലായിരുന്നോ? ഒരു പാർട്ടിയെത്തും അതിന് മറ്റൊരു പാർട്ടി എത്തുന്നു. ഈ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോർവിളികൾ കേട്ടുകൊണ്ടേയല്ലേ നമ്മുടെ നാട് മുന്നോട്ട് പോയത്? ഒരു പരിധി വരെ അത് കുറയ്ക്കാൻ സാധിച്ചില്ലേ? അതൊക്കെ ഒരു ഇടപെടലിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. അതുകൊണ്ട് ഇത് എനിക്ക് വേണ്ടിയല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിന് കൂടി വേണ്ടിയുള്ള ഒരു പോരാട്ടം കൂടിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അത് തന്നെയാണ് ശ്രീ കെ കെ രമ, നീതി ലഭിക്കണം എന്ന് തന്നെയാണ്. ശ്രീ കെ കെ രമ, ഇതുപോലെ തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് UDFന്റെ പ്രോസിക്യൂട്ടർ ആയിരുന്നു മുൻപുണ്ടായിരുന്നത്. പിന്നീട് CPMന്റെ പ്രോസിക്യൂട്ടറിലേക്ക് മാറുമ്പോൾ നമുക്കറിയാം, തിരുവഞ്ചൂർ ആഭ്യന്തര മന്ത്രിയായിരുന്ന സമയത്തായിരുന്നു ഇത്. അപ്പോൾ ആ സമയത്ത് ഉണ്ടായ നീക്കുപോക്ക് തന്നെയായിരുന്നു ഈ കേസിൽ ഇപ്പോഴും ഉണ്ടായിരുന്നത്. അതെ, അന്നത്തെ ഗവൺമെന്റ് കാണിച്ച നല്ലൊരു ധീരമായ ഒരു ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ്, അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ സാറ്, പിന്നീട് വന്ന രമേശ് ചെന്നിത്തല സാർ, എല്ലാവരും ഇതിനകത്ത് ഈ കേസ് ഇതുപോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, നല്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു. അങ്ങനെയൊക്കെ ശക്തമായ ഇടപെടൽ ആ സമയത്തുണ്ടായിരുന്നു. കേരള പൊതുസമൂഹത്തിലേക്ക് ഒരു ചർച്ച എത്താൻ തന്നെ അന്നത്തെ ഒരു ഇടപെടൽ വലിയ ഗുണം ചെയ്തു എന്നുള്ളതാണ്. അതൊക്കെ തന്നെയാണ് ഈ കേസിനെ ഈ തരത്തിലേക്കൊക്കെ എത്തിക്കാൻ സാധിച്ചത്. അതിലപ്പുറത്തൊരു വലിയ സത്യം, ആ സത്യമാണ് ഇന്ന് ജയിച്ചത്.